ഒരുപാട് ഇലക്ഷൻ വർഷങ്ങളങ്ങ് പിന്നിലേക്ക് പോകേണ്ട രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റിയ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചർച്ചകൾ തുടങ്ങി വരുന്ന സമയമാണ്. മറ്റ് പ്രകോപനങ്ങളില്ലാതെ ശാന്തമായിരുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് പൊടുന്നനെ പൊട്ടി വീഴുന്നുണ്ട് ഒരു മുഖ്യമന്ത്രി വക ഫേസ്ബുക്ക് പോസ്റ്റ്. UDFിന്റെ നേതൃസ്ഥാനം ലീഗ് എന്തോ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന മട്ടിൽ ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ വിത്തെറിയലാണ്. ആ തെരഞ്ഞെടുപ്പിൽ CPMന് ജയിക്കാൻ ആവശ്യം ഭൂരിപക്ഷ പ്രീണനമാണെന്ന പ്രതിപക്ഷാരോപണം ശരിവെച്ച് സാക്ഷാൽ പാർട്ടി സെക്രട്ടറി തന്നെ സങ്കോചങ്ങളില്ലാതെ പറയുന്നുണ്ട് 3 പേരുകളുടെ വർഗീയ ചേർത്തുവക്കൽ. ഹസൻ, അമീർ, കുഞ്ഞാലിക്കുട്ടി. അതിന്റെ തുടർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമി, മതരാഷ്ട്രവാദം, അടപടലം ലീഗിനെ വിഴുങ്ങി എന്ന കപടരോധനം, പ്രബന്ധപാരായണങ്ങൾ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. ആഴ്ചകളോളം ആഞ്ഞുകത്തിയ വിദ്വേഷ നറേറ്റീവിന്റെ വാർത്താദിനങ്ങൾ. ആ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് മാസങ്ങൾക്ക് മാത്രം ഇപ്പുറം അന്ന് ജമാഅത്തെ ചാപ്പയടിച്ച് വർഗീയവാദികളാക്കിയവർക്ക് അതേ നാക്കുകൊണ്ട് ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ട ആർത്തിയോടെ ലീഗിനെ LDFിലേക്ക് രാഷ്ട്രീയം മറന്ന് നാണമില്ലാതെ ക്ഷണിച്ചുകൂട്ടിയ നേതൃത്വത്തിന്റെ ഉളുപ്പില്ലായ്മ കണ്ടതാണ് കേരളം. ഈ പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ആവശ്യം ഭൂരിപക്ഷമല്ല, ന്യൂനപക്ഷ ധ്രുവീകരണം. മലബാർ മേഖലയിൽ മൈക്കും കെട്ടിയിറങ്ങിയതാണ്. ഇസ്രയേൽ, ഹമാസ്, മുസ്ലിം സംരക്ഷണത്തിന്റെ മൊത്തക്കച്ചവടം, സ്ഥാനാർത്ഥിയിരുന്ന് കൈകൊട്ടിക്കളി, ഒപ്പന, മാപ്പിളപ്പാട്ട് 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല അട്ടിമറിക്കപ്പെട്ട് കാവിക്കൂടാരം കയറിയത് കൂട്ടത്തോടെ പാർട്ടിയുടെ പാരമ്പര്യ വോട്ടാണ്. ന്യൂനപക്ഷ കാർഡിന്റെ വാറണ്ട് കയറി അടുത്ത തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം ഭൂരിപക്ഷ ധ്രുവീകരണമാണെന്നും അതാണ് വർഗീയ ചാപ്പയടിച്ച് അൻവറിനെ ചാരി മലപ്പുറത്തിന്റെ മണ്ടയ്ക്ക് കയറുന്ന ചേതോവികാരമെന്നും പറയലാണ് പ്രതിപക്ഷം. ആ UDFിന്റെ ലക്ഷ്യം നാട്ടിൽ ന്യൂനപക്ഷ വർഗീയത വളർത്തലാണെന്നും എന്തോ സ്ലീപ്പിംഗ് പങ്കാളി ജമാഅത്തെ ഇസ്ലാമിയാണെന്നും വെളിപ്പെടുന്നുണ്ടെന്ന് പൊതുമരാമത്ത് മന്ത്രി. നിങ്ങൾ ഈ പറയുന്ന മതരാഷ്ട്രവാദികളുമായി CPMന്റെ ബാന്ധവങ്ങൾ മറന്നുകളയാൻ അതൊക്കെ ഉണ്ടായത് പണ്ടെങ്ങോ കേരളപ്പിറവി കാലത്താണോ റിയാസെ? ഇക്കഴിഞ്ഞ് 2009, 2011, 2015 ജമാഅത്തിന്റെ പരസ്യ പിന്തുണകളും വോട്ട് വാങ്ങി പെട്ടിയിലാക്കലും അതേ പ്രസ്ഥാനത്തിന് അമീറുമായി ഇതേ പിണറായിയുടെ കൂടിക്കാഴ്ചയും ആ കൂടിക്കാഴ്ചയിൽ ചെന്നിത്തലയ്ക്ക് എന്തിനാ വേവലാതി എന്ന് പഴയങ്ങാടിയിലെ വിജയന്റെ പ്രതികരണവും അവരുടെ പിന്തുണയെ വാഴ്ത്തിപ്പാടിയ പാർട്ടി പത്രത്തിന്റെ മുഖപ്രസംഗവും മറന്നുകളയാൻ ശ്രീറാം വെങ്കിട്ടരാമൻ പിടിച്ച താൽക്കാലിക മറവി രോഗമുണ്ടല്ലോ, എന്തോ ഒരു പുട്രോഗയുടെ അംജീഷ്യ, അത് കേരളത്തിനില്ല. കൂടെ നിൽക്കുമ്പോൾ പൊന്നുമക്കളും പിണങ്ങി മാറിയാൽ ഭീകരവാദികളുമാക്കുന്ന ആ തരാതരം കാവട്യത്തിന്റെ ഭൂതകാലം പറയുന്നവർക്ക് ചാപ്പയടിച്ചു കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ നിഷ്കളങ്കമായ ജമാഅത്ത് വോട്ടുകൾ നിർബാധം പെട്ടിയിൽ വീണകാരം പറഞ്ഞൊരു പരമസാത്വികനുണ്ടങ്ങ് പാലൊളിയിൽ. സ്റ്റോക്ക് ബാക്കിയുണ്ടെങ്കിൽ ആ വയോധിക സഖാവിന് നെറ്റിക്കടിച്ചു കൊടുക്കണം ഗോവിന്ദ, കാരുണ്യമില്ലാത്തൊരു സുഡാപ്പിച്ചാപ്പ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയാത്തൊരു ഭാഗം അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന നിലവ് നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് CPIM നടത്തുന്നത്. അത് ഭൂരിപക്ഷ വർഗീയതയോടെ ആയാലും ന്യൂനപക്ഷ വർഗീയതയോടെ ആയാലും. മലപ്പുറം ജില്ലയിലുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള കേസായിട്ടാണ് രേഖപ്പെടുത്തുക. അതാ ജില്ലക്കെതിരായുള്ള കാര്യമല്ലല്ലോ. ആ എയർപോർട്ട് വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറയുമ്പോൾ അതാണല്ലോ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്തുകാർ, ഹവാല ഇടപാടുകാർ, അവരെ പിടികൂടുമ്പോൾ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത്? അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അടൂർ K. അൽകുമാർ, ശ്രീ PK ഫിറോസ്, ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ ഷൈജു ആനണി എന്നിവർ ചർച്ചയിൽ ആദ്യം ഞാൻ ശ്രീ PK ഫിറോസിലേക്ക് പോകുന്നു. ശ്രീ PK ഫിറോസ്, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ശ്രീ PK ഫിറോസിൻ്റെയും വാർത്താ സമ്മേളനം കേൾക്കുകയായിരുന്നു. മലപ്പുറത്തെ പറ്റി പറഞ്ഞ പരാമർശത്തിന് മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്നടക്കം കാര്യങ്ങൾ നിങ്ങളവിടെ പറയുന്നുണ്ട്. അതിനുശേഷം അതിൽ വ്യക്തത പറയുന്നുണ്ട് ശ്രീ PK ഫിറോസ്, അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ കെയ്ൻസൺ എന്ന് പറയുന്ന ഈ പറഞ്ഞ PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനായി ഹിന്ദുവിനെ ഞാൻ പറഞ്ഞ ഹിന്ദുവിൻ്റെ ആ വിശദീകരണമാണ് സമീപിക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ അഭിമുഖം PR ഏജൻസി ഹിന്ദുവിന് തരപ്പെടുത്തി കൊടുക്കുന്നു. ഈ PR ഏജൻസി 2 പേർ അവരുടെ കൂടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് PR ഏജൻസിയിൽ ഒരാൾ ഈ കാര്യം കൂടി പറയണം എന്ന് ഉൾപ്പെടുത്തുന്നു, രേഖാമൂലം പറയുന്നു, അത് ഉൾപ്പെടുത്തുന്നു. അത് ക്രോസ് ചെക്ക് ചെയ്ത് കൊടുത്തതിന് ഹിന്ദു മാപ്പും പറയുന്നുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതല്ല. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ആവശ്യം പിൻവലിക്കുമോ ശ്രീ PK ഫിറോസ്? അശ്മി, സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണം കടത്തുന്നു എന്ന ആരോപണം ഉയർന്നപ്പോൾ അത് അവസാനം ശിവശങ്കറാണ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശിവശങ്കറാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തലയിൽ എല്ലാം കൂടി കെട്ടിവെച്ച് അതങ്ങനെ പോയി. പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്, അത് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ആരോപണം ഉയർന്നു വന്നപ്പോൾ അവസാനം അത് ഒരു കമ്മീഷണറിലേക്ക് ചുരുങ്ങി അങ്കിത് അശോകാണ് അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്ഥലം മാറ്റി അത് അവസാനിപ്പിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടൊരു പ്രസ്താവന നടത്തിയപ്പോൾ അത്
ആദ്യം പറഞ്ഞു അത് ഹിന്ദു പത്രമാണെന്ന് പറയുന്നു. ഹിന്ദു പത്രം പറയുന്നു കേസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസിയാണെന്ന് പറയുന്നു. അങ്ങനെ PR ഏജൻസിയുടെ തലയിൽ കെട്ടിവെച്ച് മുഖ്യമന്ത്രിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ അഭിമുഖം തയ്യാറാക്കേണ്ടത് ഒരു PR ഏജൻസിയാണോ? ഞാൻ ആദ്യം വിചാരിച്ചത് ഹിന്ദു പത്രത്തിൻ്റെ PR ഏജൻസിയെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്നാണ്. ഇന്ന് ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണം കേട്ടപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ PR ഏജൻസി ഹിന്ദു പത്രത്തെ അങ്ങോട്ട് സമീപിക്കുകയാണ്. അങ്ങോട്ട് സമീപിച്ചിട്ടാണ് ഈ ഇൻ്റർവ്യൂ തന്നെ തരപ്പെടുത്തുന്നത്. അങ്ങനെ തരപ്പെടുത്തിയതിന് ശേഷം ഹിന്ദു പത്രം പറയുന്നത് ഈ PR ഏജൻസി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ ഹിന്ദു പത്രത്തിനിടയിൽ കൊണ്ടുവന്ന മീഡിയേറ്ററായി പ്രവർത്തിച്ചത് ഈ PR ഏജൻസിയാണ്. ഈ PR ഏജൻസി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തങ്ങൾ ഈ മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാചകങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന് ഹിന്ദു പത്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി ഇതറിയില്ലേ? PR ഏജൻസിയാണ് ഇങ്ങനൊരു അഭിമുഖം തയ്യാറാക്കിയത്, PR ഏജൻസി പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു അഭിമുഖം തയ്യാറാക്കിയതെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇത് അറിയില്ലേ? മുഖ്യമന്ത്രിയോട് ചോദിക്കാതെയാണോ? മാത്രമല്ല, നിങ്ങളുടെ ചാനൽ ഇപ്പോൾ എഴുതി കാണിക്കുന്നത് കേസൺ എന്ന് പറയുന്ന PR ഏജൻസിയുടെ ഓഫീസിലുള്ളവർ ഞങ്ങൾ അങ്ങനെ ഒരു അഭിമുഖം തയ്യാറാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു എന്ന വാചകങ്ങൾ എന്ന വരികൾ കാണുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നത്? ഇത്ര ഗുരുതരമായ, ഇത്ര ഗൗരവമായ മലപ്പുറം ജില്ലയെക്കുറിച്ച് നമ്മൾ ഇത് മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്നത് ആദ്യത്തെ സംഭവമല്ലല്ലോ. ആശ്മി തന്നെ ആശ്മിയുടെ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, കഴിഞ്ഞ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവരുടെ ആക്ഷേപം എന്തായിരുന്നു, അതിൻ്റെ തൊട്ടു മുമ്പ് ഇവരുടെ ആക്ഷേപം എന്തായിരുന്നു. ഇപ്പോൾ തന്നെ ഈ സമീപ 2 ദിവസം, ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നാണെന്നോ അറിയില്ല, PM മുഹമ്മദ് റിയാസിൻ്റെ പ്രസ്താവന എന്താണ്? ജമാഅത്തെ ഇസ്ലാമി UDFൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറാണെന്ന്. ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ദേശാഭിമാനിൽ എഴുതിയ മുഖപ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. എന്താ ജമാഅത്തെ ഇസ്ലാമിയെ അവരുടെ പിന്തുണ LDFനായപ്പോൾ വളരെയധികം പ്രകീർത്തിച്ചുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ മതേതര സ്വഭാവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ മുഖപ്രസംഗം എഴുതുക. തങ്ങൾക്ക് പിന്തുണയില്ല എന്ന് കണ്ടാൽ പിന്നെ അവരെ വർഗീയവാദിയാക്കുക. അൻവർ 8 വർഷം കടന്നൽ രാജ. അൻവർ ചില സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായപ്പോൾ അൻവർ വർഗീയവാദി, അൻവർ തീവ്രവാദി. ഇതാരെയാണ് സഹായിക്കുക? ഇത് ആരുടെ പ്രചരണത്തെയാണ് സഹായിക്കുക? ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ലക്കെതിരെ എത്രമാത്രം പ്രചരണങ്ങളാണ് സംഘപരിവാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല ശ്രീ PK ഫിറോസ്, ഈ പറഞ്ഞ കെയ്ൻസൺ എന്ന് പറയുന്ന ഏജൻസി എന്താണ്? അതിൻ്റെ നിഖിൽ പവിത്രൻ എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? പ്രധാനമന്ത്രി മോഡിയുമായി എന്താണ് അവർക്കുള്ള, അല്ലെങ്കിൽ ആ പരിപാടിയിൽ ഏത് രീതിയിലാണ് ഏജൻസി ഇടപെടുന്നത് എന്ന കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വരട്ടെ. പക്ഷേ ഇതിപ്പോൾ ഹിന്ദു പറയാണ്. ഇപ്പോൾ ഹിന്ദു പറയുന്നതിന് ആവശ്യം, ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രത്തിന് അതൊരു പൈതൃകമുള്ള പത്രമാണ്. അതെന്തായാലും ഇങ്ങനെ നുണ പറയുന്നു കരുതുന്നില്ല. മാത്രമല്ല, ഹിന്ദു പറയുന്നു ഈ പറയുന്ന ഇവർ രേഖാമൂലം എഴുതി തന്ന ഈ വിവരം തെറ്റാണെന്ന് മുഖ്യമന്ത്രി ഓഫീസ് അറിയിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുകയാണല്ലോ. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ PK ഫിറോസ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ പറയുന്ന മലപ്പുറത്ത് കടത്തുന്ന സ്വർണത്തിൻ്റെയും ഹവാല പണത്തിൻ്റെയും ഉപയോഗം ഇവിടുത്തെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്നൊരു ഫാക്സ് ഫിഗറും ഇല്ലാതെ മുഖ്യമന്ത്രി പറയുന്നു. താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ കരുതാതിരിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കണ്ടേ? ഇങ്ങനൊരു കേസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസിയാണ് തൻ്റെ അറിവും സമ്മതവും ഇല്ലാതെ ഇങ്ങനൊരു വാർത്ത കൊടുത്തതെങ്കിൽ അവരെ പിടിച്ച് ജയിലിടണ്ടേ ആശ്മി? ഒരു ദേശത്തെക്കുറിച്ചല്ലേ ആക്ഷേപിക്കുന്നത്? ഒരു ദേശത്തെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലല്ലേ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്? മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തിൽ വെച്ച് എൻ്റെ അറിവില്ലാതെ, ഞാൻ അറിയാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോയാൽ മതിയോ? ഇത്ര ഗൗരവമായിട്ടുള്ള, വളരെ ഭീകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രി പറയാത്തതാണെങ്കിൽ, മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ച് വന്നാൽ അത് തയ്യാറാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? അവരെ പിടിച്ച് ജയിലിടണ്ടേ? അത്ര ഗുരുതരമായിട്ടൊരു കുറ്റകൃത്യമല്ലേ അവർ ചെയ്തത്? എന്തുകൊണ്ടാണ് അത്തരമൊരു സമീപനം മുഖ്യമന്ത്രി സ്വീകരിക്കാത്തത്? അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ ആശ്മി? ഇത് കുറേ കാലം ഈ പ്രചരണം അങ്ങനെ നടക്കും. മലപ്പുറം ജില്ലയെക്കുറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന പ്രചരണം കാലങ്ങളോട് നടക്കും. ഇത് ഈ ഹിന്ദുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയൊന്നും ആളുകൾ കാണില്ല. സത്യം ചെരുപ്പ് ധരിക്കുന്നതിന് മുമ്പേ നുണ ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നതുപോലെ ഇത് ആർക്കാണോ ആവശ്യം അവരുടെ ആവശ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ ആർ വി ബാബു ഹിന്ദു ഐക്യവേദിയുടെ നേതാവും ഒക്കെ ഫേസ്ബുക്കിൽ നേരത്തെ തന്നെ മലപ്പുറത്തെ പേര് പറയുമ്പോൾ എടുത്തിടുന്നുണ്ട്. ഇനി ഓർഗനൈസറിൽ എപ്പോൾ വരുമെന്ന് നോക്കിയാൽ മതി. ഞാൻ തരുന്ന PK ഫിറോസ്, ശ്രീ KL കുമാർ, നമുക്കൊരു PRD ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമുക്ക് ഡൽഹിയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്, മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാക്കളുണ്ട്, മുഖ്യമന്ത്രിക്ക് ഒരു പ്രസ് സെക്രട്ടറി ഉണ്ട്. മുഖ്യമന്ത്രി ഹിന്ദുവിന് അഭിമുഖം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഓടി വരില്ലേ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടറോ ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട എഡിറ്റർ ഓടി വരില്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ? അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന കേസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്താനായി ഹിന്ദുവിനെ സമീപിക്കുന്നതും തരപ്പെടുത്തി കൊടുക്കുന്നതും? അതിൻ്റെ ആവശ്യം എന്താണ് ശ്രീ അനിൽകുമാർ? അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏതെങ്കിലും ഒരു PR ഏജൻസിക്ക് അഭിമുഖം കൊടുക്കാൻ അനുവദിക്കുകയോ അവർ വാങ്ങുകയോ ചെയ്തിട്ടില്ല. ഹിന്ദു ദിനപത്രത്തിൻ്റെ ആളുകളെന്ന നിലയ്ക്ക്
ഒരു അഭിമുഖം വേണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഡൽഹിയിൽ കേരള ഹൗസിൽ അത് കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യമുണ്ട്, അരമണിക്കൂർ അതിനെ അനുവദിക്കാമെന്ന് പറഞ്ഞു. അരമണിക്കൂർ അനുവദിച്ചു. ആ അഭിമുഖം എടുത്തത് ഹിന്ദു പത്രത്തിൻ്റെ ലേഖകരാണ് എന്ന് ഹിന്ദു പത്രം ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ലഭ്യമാണ്. മറിച്ചൊരു കാര്യം ഹിന്ദു പത്രത്തിന് പറയാൻ ആവാത്തത് കൊണ്ടാണ് അവർ നമ്മുടെ മലയാള പത്രങ്ങളോ മലയാള മാധ്യമങ്ങളോ സ്വീകരിക്കാത്ത നിലയിൽ ആർജവത്തോടെ ഞങ്ങളുടെ നടപടി മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ആ മാപ്പ് മുഖ്യമന്ത്രിയോട് മാത്രമല്ല കേരളത്തോടു കൂടിയാണ്, എല്ലാവരോടും കൂടിയാണ്. അപ്പോൾ ഒന്ന്, മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്നുള്ളത് റെക്കോർഡാണ്. ആ റെക്കോർഡ് ഹിന്ദു പത്രത്തിൻ്റെ കയ്യിലുണ്ട്. ഒരു PR ഏജൻസിക്കും മുഖ്യമന്ത്രി അഭിമുഖം കൊടുത്തിട്ടില്ല. അല്ല ശ്രീ അൽകുമാർ, ഇപ്പൊ താങ്കൾ ഹിന്ദു പറയുന്നതിന് വിശ്വസിക്കുകയാണ്. ഇപ്പൊ ഹിന്ദു പറയുന്ന ആ മാധ്യമ ധാർമ്മികത താങ്കൾ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വിസ്തീർണം താങ്കൾ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ വായിച്ചോട്ടെ. താങ്കൾ വിസ്തീർണം വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ വായിച്ചോട്ടെ. ഹിന്ദു പറഞ്ഞ വിസ്തീർണം ഇങ്ങനെയാണ്. പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കറിയാമല്ലോ, നിങ്ങളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, എൻ്റെ അഭിപ്രായം പറയട്ടെ സാർ, അത് കഴിഞ്ഞ് നിങ്ങൾ പറയൂ. 2, ഹിന്ദു പത്രത്തിൻ്റെ വിസ്തീർണം എന്താണ്? അങ്ങനെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഭിമുഖം തന്നപ്പോൾ അതിലില്ലാത്ത ഒരു ചോദ്യവും ഉത്തരവും അതിൽ ഉൾച്ചേർക്കണമെന്ന് PR ഏജൻസി എഴുതി തന്നു. അത് തിരുവനന്തപുരത്ത് നടത്തിയ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് അവർ പറഞ്ഞത്. ക്രോസ് ചെക്ക് ചെയ്യാതെ ഞങ്ങൾ അത് ഉൾപ്പെടുത്തി. അത് ഞങ്ങളുടെ മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമാണ് എന്ന് ഏറ്റു പറയുന്നു. ഇതാണ് അവരുടെ വിശദീകരണമായി ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല സാർ, ഞാൻ വായിക്കാം. എന്ന് പറഞ്ഞാൽ PR ഏജൻസി കേസൺ അപ്രോച്ച് താങ്കൾ മനസ്സിലാക്കിയതിലെ പിഴവാണ്. ഞാൻ വായിക്കാം. PR ഏജൻസി കേസൺ അപ്രോച്ച്ഡ് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. സാർ ഒന്ന് കേൾക്കൂ സാർ, പ്ലീസ് ഒന്ന് കേൾക്കൂ. PR ഏജൻസി കേസൺ അപ്രോച്ച്ഡ് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അതിന്റെ മലയാളം, കേസൺ എന്ന് പറഞ്ഞ PR ഏജൻസി ഹിന്ദുവിനെ അപ്രോച്ച് ചെയ്തു. എന്താണ് അവരുടെ ഓഫർ? എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്റർവ്യൂ. Our journalist interviewed the CM at Kerala House at 9 AM on September 29, where 2 representatives of the PR agency were also present along with the same. എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ പിണറായി വിജയൻ്റെ അഭിമുഖം തരാം എന്ന് പറഞ്ഞ് സമീപിച്ച ഈ PR ഏജൻസിയോട് 2 പേർ അഭിമുഖ സമയത്ത് മുഖ്യമന്ത്രിക്ക് അവിടെ ഇരിക്കുന്നു. The interview lasted for around 30 minutes, അരമണിക്കൂർ നീണ്ടു. Subsequently, one of the PR representatives requested for the inclusion of details regarding gold smuggling and hawala transactions, which he said were originally made at a press conference by the CM. അതിലൊരാൾ എന്ന് പറഞ്ഞാൽ ഈ കൂടെ ഇന്ന് 2 പേരിൽ ഒരാൾ. അതിനുശേഷം the representative provide in writing the request for inclusion in CM's response, the lines that are now disowned by the CM's press secretary. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അഭിമുഖ സമയത്ത് കൂടെ ഇരുന്ന ഒരാൾ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത്, ഹവാല, ആന്റി നാഷണൽ, സംസ്ഥാന വിരുദ്ധ തുടങ്ങിയ തോന്നിവാസം ഉൾപ്പെടുത്തണം എന്ന് രേഖാമൂലം ഹിന്ദുവിനെ അറിയിച്ചു. അപ്പോൾ എങ്ങനെയാണ് സർ കേസൺ എന്ന് പറയുന്ന PR ഏജൻസി അങ്ങോ CPMO മുഖ്യമന്ത്രിയോ PM മനോജോ മുഖ്യമന്ത്രി ഓഫീസോ അറിയാതെ ഞങ്ങൾ CMന് ഇന്റർവ്യൂ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് ഹിന്ദുവിനെ സമീപിക്കുന്നത് എങ്ങനെയാണ്? കേസെടുക്കണ്ടേ അവർക്കെതിരെ? അല്ല, ദയവായി ഒന്ന് കേൾക്കൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു PR ഏജൻസിയെയും ഒരു കാര്യത്തിനും ചുമതലപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമീപിച്ച് ഇൻ്റർവ്യൂവിന് നിർദ്ദേശം വന്നപ്പോൾ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാണെന്ന് പറയുകയും ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകർ പറയുകയും അവരോട് നേരിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സംസാരിക്കാത്ത കാര്യമാണ് ഹിന്ദുവിൽ അച്ചടിച്ച് വന്നത് എന്ന് ഹിന്ദു വിശദീകരിച്ചതോടുകൂടി മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ചോ മലപ്പുറം ജില്ലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യമോ ഹിന്ദുവിനോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമായി. അല്ല, കേസെടുക്കണോ മുഖ്യമന്ത്രി എങ്ങനെ ഹിന്ദുവിൽ അച്ചടിച്ചു വന്നു? ഞാൻ അത് അടുത്ത കാര്യം. നമ്മൾ ഇന്ന് രാത്രി ക്ലിയർ ചെയ്യേണ്ട ഒരു പോയിന്റ് ക്ലിയർ ചെയ്യട്ടെ ആദ്യം. ക്ലിയർ ആവില്ല. കേസിനെതിരെ അൽകുമാറോ CMO CMന്റെ ഓഫീസോ പറയാത്തിടത്തോളം കാലം, കേസിനെ തള്ളി പറയാത്തിടത്തോളം കാലം ക്ലിയർ ആവില്ല. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറയട്ടെ. നിങ്ങൾ ഒരു അരമണിക്കൂർ നേരം ഇവിടെ ഞങ്ങളെ ഇങ്ങനെ CPMന് ഇങ്ങനെ പഴയ കഥ കൂട്ടി ഇങ്ങനെ ചാമ്പുന്നുണ്ടല്ലോ. ആ ചാമ്പുമ്പോൾ അതിന് മറുപടി പറയാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ yes or no ചോദ്യത്തിനല്ലോ മറുപടി. അങ്ങനെ മറുപടി പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ വ്യക്തമാക്കാനുള്ളൊരു കാര്യം, മലപ്പുറം ജില്ലയെ പരാമർശിച്ചോ ആ ജില്ലയിലെ ഏതെങ്കിലും കാര്യം സംബന്ധിച്ചോ ഹിന്ദു ദിനപത്രത്തോട് മുഖ്യമന്ത്രി സംസാരിച്ചില്ല എന്ന കാര്യത്തിൽ ഇന്ന് എല്ലാവർക്കും വ്യക്തതയുണ്ടായി.
അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്തോ തെറ്റായ കാര്യം പറഞ്ഞു ആ ജില്ലയ്ക്കെതിരെ, സമുദായത്തിനെതിരെ എന്ന മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ അൻവറിൻ്റെ മറ്റാളുകളുടെ ആഖ്യാനങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസായി. അതൊരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? തിരുവനന്തപുരത്ത് നടന്ന ആ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്തോ പറഞ്ഞത്, ആ പറഞ്ഞത് റെക്കോർഡാണ്. അതിൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന അവിടുന്ന് പിടിക്കപ്പെട്ട ഹവാല പണത്തിൻ്റെ കാര്യം പറഞ്ഞു, അവിടുത്തെ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് അൻവറിനോടൊരു മറുപടിയാണ്. എന്താണ് ആ മറുപടിക്ക് കാരണം? കേരളത്തിലെ പോലീസ് എന്തിനാണ് സ്വർണ്ണക്കടത്ത് പിടിക്കുന്നത്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ എന്തിനാണ് പിടിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വന്നു. പോലീസ് സ്വർണ്ണക്കടത്ത് പിടിക്കുമ്പോൾ തെറ്റായി ഇടപെടുന്നുവെന്നാണ് അൻവറിൻ്റെ വാദം. അതിന് മറുപടി പറയുമ്പോൾ എന്താണ്? ഓരോ ജില്ലയിലും സ്വർണ്ണം പിടിക്കുന്നതിൻ്റെ അളവുണ്ട്, ജില്ലാടിസ്ഥാനത്തിലാണ് കണക്കെടുക്കുന്നത്. അങ്ങനെ കണക്കെടുത്തപ്പോൾ മലപ്പുറത്ത് കരൂർ വിമാനത്താവളം ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മുഖ്യമന്ത്രി അങ്ങനെ വിശദീകരിക്കും, രാമനാട്ടുകരയ്ക്ക് ഇപ്പറേ അല്ല കൊണ്ടോട്ടി ഇപ്പറ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആ ജില്ലയിലെ കണക്ക് പറഞ്ഞു, അതിൽ ഇത്ര കിലോ ഉണ്ട്, ഇത്ര ഇത് കോടി രൂപ വെളിപ്പെടുത്തിയത് ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യമല്ല. ഒന്ന് പറയണം, എന്റെ ചോദ്യം ഈ പറയുന്ന നാടിനെ കുട്ടിച്ചോറാക്കാൻ മാത്രം വിഷം കലർത്തി കൊടുക്കുന്ന, കാളകൂട വിഷം കലർത്തുന്ന കേസൺ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ തരമാക്കി തരാം എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഹിന്ദുവിനെ സമീപിച്ചത്? എങ്ങനെയാണ് ഈ പറയുന്ന വിഷം കലർത്താൻ കെൽപ്പുള്ള കൂട്ടർ മുഖ്യമന്ത്രിക്കൊപ്പം അഭിമുഖത്തിൽ അവിടെ ഇരുന്നത് മുഖ്യമന്ത്രിക്ക് അറിയാത്തവരാണോ? എങ്ങനെയാണ് ഈ പറയുന്ന പരമതോന്നിവാസം മുഖ്യമന്ത്രിയുടേതായ പേരിൽ അങ്ങോട്ട് ഹിന്ദുവിന് രേഖാമൂലം എഴുതി കൊടുത്തത്? രേഖാമൂലം എന്നാണ് ഹിന്ദു പറയുന്നത്. അപ്പോൾ അവരുടെ തെളിവുണ്ടാകുമല്ലോ. കേസിനെതിരെ കേസെടുക്കണോ ശ്യാൽകുമാർ? അപ്പോൾ ആദ്യം ഇപ്പോൾ ഇവിടെ വ്യക്തത വന്നു. രണ്ടാമത്തെ കാര്യം, കേസൻ വ്യക്തമാക്കിയതായിട്ട് ഈ ചർച്ചയിൽ ഞാനിപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടത് അവരൊന്നും എഴുതി കൊടുത്തിട്ടില്ലതാണ്. കേസിനെതിരെ കേസെടുക്കണോ സാർ? ഹിന്ദു പറഞ്ഞത് സത്യമാണെങ്കിൽ കേസിനെതിരെ കേസെടുക്കണോ സാർ? അല്ല, ഞാൻ അനിൽകുമാർ, ഹിന്ദു പറയുന്നത് സത്യമാണെങ്കിൽ കേസിനെതിരെ കേസെടുക്കണോ? എടുക്കണമെന്ന് വാക്ക് പറയാൻ എന്താ അനിൽകുമാർ നാവ് പൊന്താത്ത എന്താണ്? ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നു, ഒരു വാക്ക് കേൾക്കൂ. കേസൻ എന്ന് പറയുന്ന കൂട്ടർ എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് അവരുടെ വിശദീകരണം. അപ്പം ഇനി ഹിന്ദുവാണ് പ്രതികരിക്കേണ്ടത്. കേസൻ എന്ന് പറയുന്ന കൂട്ടരെ എഴുതി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എഴുതി കിട്ടിയ ആളുകൾ കിട്ടിയും തെളിയിക്കണം. ഉരുളല്ലേ അനിൽകുമാർ, ഉരുളല്ലേ പ്ലീസ്, ഉരുളല്ലേ. എന്റെ ചോദ്യം എന്താണ്? ഹിന്ദു പറയുന്ന കാര്യം സത്യമാണെങ്കിൽ കേസിനെതിരെ കേസെടുക്കുന്ന ചോദ്യം. താങ്കൾ കേസിന്റെ വക്താവല്ലേ ശരൺകുമാർ? താങ്കൾ കേസിന്റെ വക്താവ്, അങ്ങ് CPM-ന്റെ വക്താവാണ്. നാടിനെ കുട്ടിച്ചോറാക്കാൻ വർഗീയ വിഷം കലർത്തിയ ഈ പറയുന്ന PR ടീമിനെതിരെ കേസെടുക്കണോ ശരൺകുമാർ? നിങ്ങളെപ്പോലെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും മറിഞ്ഞും ഓരോ സന്ദർഭത്തിലും അവസരവാദം കളിക്കുന്ന ആളുകൾ ഏതെങ്കിലും ചോദ്യം ചോദിച്ചാലുണ്ട് ഉരുളുന്ന ആളുകളല്ല ഞങ്ങളാരും. അങ്ങനെ ഒരു ദിവസത്തേക്ക് ഉരുണ്ടുപോകുന്ന രാഷ്ട്രീയക്കാരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ നിർഭയത്വവും ധീരതയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അത്രയും ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇനി വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹിന്ദു ദിനപത്രം ഇന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചു. അവർ പറയുന്നത് രേഖാമൂലം അവരുടെ കയ്യിലുണ്ട് എന്നാണ്. ആ വസ്തുതകൾ പരിശോധിക്കണമല്ലോ. ആ വസ്തുതകൾ ആ മാധ്യമം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന വരുമല്ലോ. ആ പരിശോധന നടക്കുക തന്നെ ചെയ്യും. കാരണം ഇക്കാര്യത്തിൽ വ്യക്തത കുറവില്ല. ഹിന്ദു എന്ന് പറയുന്നത് നശീകരണ മാധ്യമപ്രവർത്തനമാണ് താങ്കൾ പറയണ്ട. താങ്കൾ ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന നശീകരണ മാധ്യമപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണ്ട, താങ്കളും പറയണ്ട. ഓൺ ബിഹാഫ് ഓഫ് മുഖ്യമന്ത്രി ഹിന്ദുവിനെ തെറ്റിദ്ധരിപ്പിച്ച ഈ പറയുന്ന കേസൺ എന്ന് പറയുന്ന ഇപ്പൊ ഹിന്ദുവിന്റെ വിസ്തീർണമാണല്ലോ അങ്ങ് മുഖവിലക്കെടുക്കുന്നത്, മറ്റു മാധ്യമങ്ങൾക്ക് ഇല്ലാത്ത മാന്യത അവർ കാണിച്ചു എന്ന് പറയുന്നത്. അത് താങ്കൾ മുഖവിലക്കെടുക്കുകയാണല്ലോ. ആ മുഖവിലക്കെടുക്കുന്നതിൽ പറയുന്നത് കേസൺ എന്ന് പറയുന്ന ഏജൻസി 2 പേർ മുഖ്യമന്ത്രിക്കൊപ്പം ആ അഭിമുഖ സമയത്ത് കൂടെ ഉണ്ടായിരുന്നുവെന്നും അവരാണ് സമീപിച്ചതെന്നും അവർ രേഖാമൂലം കൊടുത്തുവെന്നുമാണ് പറയുന്നത്. അത് സത്യമാണെങ്കിൽ കേസനെതിരെ കേസെടുക്കണോ ശ്യാൽകുമാർ? കൃത്യമായിട്ടാണ് ഉത്തരം. കേസൺ എന്ന് പറയുന്ന ഒരു കൂട്ടർ അങ്ങനെ ഒരു കാര്യം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതി കൊടുത്തത് ഒരു രേഖയായിട്ടുണ്ടാകണമല്ലോ. നിങ്ങളൊരു കേസെടുക്കണ രേഖ വേണ്ടേ? ആ രേഖ ഹിന്ദു പുറത്തുവിടട്ടെ. ആ പുറത്തുവിടുമ്പോൾ അക്കാര്യങ്ങളിൽ അന്വേഷണം വരുമല്ലോ. ഇത് ആർക്കാ ഇതിൻ്റെ അകത്ത് അന്വേഷണം നടക്കണ്ടെന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. 2, തെറ്റായൊരു സമീപനമുണ്ടായി. ആ സമീപനം ഉണ്ടായത് ഹിന്ദുവിൻ്റെ പക്കലാണോ കേസൻ്റെ പക്കലാണോ പരിശോധിക്കപ്പെടും. ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇൻട്രോയിൽ CPIM-നെ ആക്രമിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയൊരു അവതരണമുണ്ട്. ആ അവതരണത്തിന് ഞങ്ങളുടെ മറുപടി എന്താണ്? ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. എന്താ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്?
നിങ്ങൾ പറഞ്ഞപ്പോൾ 2004 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ ഡൽഹിയിലേക്ക് പോയിട്ട് ഒരു UPA സർക്കാരിന്റെ പിന്തുണ കൊടുത്ത് പറഞ്ഞില്ല. ഞങ്ങളുടെ പിന്തുണയിൽ ഞാൻ പറഞ്ഞത് ജമാഅത്ത് പിന്തുണ, അത് അടുത്തടുത്ത് വരാം. മന്ത്രിയായിട്ട് അവിടെ ഇരുന്നത് നിങ്ങൾ പറഞ്ഞില്ല. അതൊക്കെ വിഷയം അടുത്തടുത്ത് വരാം. അല്ല, ഞാൻ പറഞ്ഞ ജമാഅത്ത് പിന്തുണ കാര്യം പറയാം. പിന്നെ ഈ ചർച്ചയിൽ കള്ളം പറഞ്ഞല്ലോ. എന്താ? ഈ ചർച്ചയിൽ കള്ളം പറഞ്ഞു. ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട PK ഫിറോസ് ഒരു കള്ളം പറഞ്ഞു. കള്ളം എന്താണ്? ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ച ഒരു മുഖപ്രസംഗം എഴുതി എന്ന് പറയുന്നു. പച്ച കള്ളം. അങ്ങനെ ഒരു മുഖപ്രസംഗം ദേശാഭിമാനി എഴുതിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് അമീറുമായുള്ള ചർച്ച നടത്തിയത് കുഞ്ഞാലിക്കുട്ടിയല്ലേ? അമീറുമായുള്ള ചർച്ച നടത്തിയത് ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ അല്ലേ? ശരി, നമുക്ക് അതിലേക്ക് വിശദമായെത്താം. അല്ല അല്ല നമ്മുടെ ഈ ഏജൻസിയുടെ തീരുമാനം അത് നമുക്ക് അതിലേക്ക് വിശദമായെത്തും. നിങ്ങൾ പരിശോധിക്കുക. ഇല്ലാത്ത നമ്മളതിലേക്ക് വിശദമായെത്തും. നമ്മളതിലേക്ക് വിശദമായെത്തും. നിങ്ങൾക്ക് ഞങ്ങളെ എന്ത് പറയാം? അല്ലല്ല, ഞങ്ങളെ എന്ത് പറയാം? എന്തും പറയാന്നല്ല. എങ്ങനെ ആക്രമിക്കാം? ഇല്ല, എന്തും പറയാന്നല്ല. ഞാൻ പറഞ്ഞ ഉത്തമ ബോധ്യം എനിക്കൊണ്ട് തെളിവെന്റെ മക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ. അതെന്തിനായത്? ഇല്ല ശരത്കുമാർ, ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ്. അത് തെളിവില്ലാത്ത ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തരാം സർ, തെളിവൊക്കെ ഞാൻ തരാം. നമ്മൾ ആദ്യം PR ഏജൻസി ഒന്ന് തീരുമാനമാക്കട്ടെ. തീരുമാനമാക്കട്ടെ സാർ. നിങ്ങൾ തെളിവില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് പറയണത്. എന്താണ് ജമാഅത്തുമായി ജമാഅത്തെ ഇസ്ലാം ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടോ? അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ല ചോദിച്ചോട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് CPM ഒരു കാലത്ത് ഒരു ബന്ധം ഉണ്ടായിട്ടില്ലേ? അൽകുമാർ, ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് CPMുമായി ഒരു കാലത്തും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലേ? ഒരു കാലത്ത് ബന്ധം ഉണ്ടായിട്ടില്ലേ? വോട്ട് വാങ്ങിയിട്ടില്ലേ? ഞങ്ങൾക്ക് ബന്ധമില്ല. വോട്ട് വാങ്ങിയിട്ടുണ്ടോ? അൽകുമാർ? വോട്ട് വാങ്ങിയിട്ടുണ്ടോ അൽകുമാർ? പാലോളി മുഹമ്മദ് കൂടെ ഒന്ന് കേൾക്കും. ബന്ധം ഉണ്ടായിരുന്നു. പാലോളി പറഞ്ഞ് കേൾപ്പിക്കും. അതെന്താ ജമാഅത്തിനെ ഞങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ജമാഅത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടോ പറ്റിയ അബദ്ധമല്ല അത്. ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും രണ്ടു കൂട്ടർക്കും ശത്രുവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അതിനെ നേരിടാനുള്ള താല്പര്യം അവർക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. അതാണ് അതിൻ്റെ യോജിപ്പ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യോജിച്ചിട്ടുള്ള ഘട്ടം ഉണ്ടായിരുന്നു. അതെന്താ ജമാഅത്തിനെ ഞങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ജമാഅത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടോ പറ്റിയ അബദ്ധമല്ല അത്. ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും രണ്ടു കൂട്ടർക്കും ശത്രുവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അതിനെ നേരിടാനുള്ള താല്പര്യം അവർക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. അതാണ് അതിൻ്റെ യോജിപ്പ്. ശരി, ഞാൻ ഫിറോസിലേക്കാണ്. ശരത്കുമാർ, പാലോളി മുഹമ്മദ് പറയുന്നത് ജമാഅത്തുമായി യോജിച്ചൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന് കാരണം എന്താണ്? അവർക്കും യോജിക്കാവുന്ന ഞങ്ങൾക്കും യോജിക്കാവുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചാണ്. പഞ്ചായത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്, രാഷ്ട്രീയ ബന്ധമല്ല സാറേ. എന്ത് ബന്ധമാണെങ്കിലും പാലോളി പറയുകയാണ്, നിങ്ങളുടെ നേതാവ് പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്ന മതരാഷ്ട്രവാദികളുമായി, ഈ പറയുന്ന കൊടും തീവ്രവാദികളുമായി നിങ്ങൾക്ക് യോജിപ്പുള്ള മേഖല ഉണ്ടായെന്ന് പറഞ്ഞ പാലോളി മുഹമ്മദ് കുട്ടിയാ ഈ ഉരുളല്ലേ? LDFന്റെ രാഷ്ട്രീയ ബന്ധമല്ല. നിങ്ങൾ ഏത് ലോകത്ത് ഞാൻ പറയുന്നത് പാലോളി കാണിച്ചു ഓർക്കുന്നുണ്ട്. ഞാൻ കേൾപ്പിച്ചത് പാലോളിയാ. സഭാ ടിവിയിൽ പാലോളി ഇന്റർവ്യൂ രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായി ഉണ്ടായിട്ടില്ല. ശരത്കുമാർ, ഞാൻ കേൾപ്പിച്ചത് പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഇന്റർവ്യൂ സഭാ ടിവിയിൽ. മലപ്പുറത്ത് ഏതോ പഞ്ചായത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവിടുത്തെ മറുപടിയാ ഒന്നും അല്ലെന്നേ. ഞാൻ പറഞ്ഞത് സഭാ ടിവിയിൽ പാലോളി പറയുന്നു, സർ ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ യോജിച്ച കാലമുണ്ട്. കാരണം എന്താണ്? അവർക്കും യോജിക്കാവുന്ന ഞങ്ങൾക്കും യോജിക്കാവുന്ന രാഷ്ട്രീയ ഭൂമിയിൽ ഞങ്ങൾ യോജിച്ചു എന്ന് പറയുന്നത് പാലോളിയാ. ശരത്കുമാർ, PK ഫിറോസ് സ്ഥാനത്താം. ഉല്ലാസ് ബാബു, ഇവിടെ ഒരു ഏജൻസി, ഒരു PR ഏജൻസി, കേസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി, അവർ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നിങ്ങൾക്കൊപ്പമൊക്കെ പ്രവർത്തിച്ചു വന്ന ആരോപണമുള്ള ഒരു PR ഏജൻസിയാണ്. ആ ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് വേണ്ടി ഹിന്ദുവിനെ സമീപിക്കുന്നു. അഭിമുഖം നടക്കുന്ന സമയത്ത് ഈ 2 പേർ അവിടെ ഇരിക്കുന്നു. അതിനുശേഷം ഒരാൾ രേഖാമൂലം മുഖ്യമന്ത്രി പറയാത്ത കാര്യം പറഞ്ഞു എന്ന് എഴുതി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഹിന്ദു പത്രം എന്ന് പറഞ്ഞാൽ പൈതൃകമുള്ള ഹിന്ദു പത്രം അത് വിശദീകരിക്കുന്നു. അവരുടെ മര്യാദയ്ക്ക് അവർ പറയുന്നു, ഞങ്ങൾ ഈ പറഞ്ഞ PR ഏജൻസി നോക്കിയത് ക്രോസ് ചെക്ക് ചെയ്യാത്തതിന്, അല്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡിസോൺ ചെയ്തത് കാരണം ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. കേസ് എന്ന് ഡൽഹി ഓഫീസ് പറഞ്ഞു ഞങ്ങൾക്ക് അഭിമുഖത്തിൽ ബന്ധവുമില്ല എന്ന് പറയുന്നു. എന്താണ് അതിലെ ദുരൂഹത ശ്രീ ഉല്ലാസ് ബാബു? അല്ല, ഇതിലിപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ഘാടന വേദിയിലെ ലൈവുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്? ഒരു ചപ്പടാച്ചിയാണ്. മതമൗലികവാദമുണ്ട്, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്.
സ്വർണ്ണക്കടത്തുകാരനാണ്, ഒരു കള്ളക്കാരനാണ്, അദ്ദേഹം ഒരു വർഗീയവാദിയാണ് എന്നുള്ള ഒരു കാര്യം അൻവറിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം തത്രപ്പാട് പെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതിൻ്റെ തുടക്കമായിട്ട് ഇതിനെ കാണണം. അൻവറിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയവും അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ കൃത്യമായി നാടകവും ഉണ്ട്, അതിനകത്ത് രാഷ്ട്രീയവുമുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് വളരെ മനസ്സിലാവും. പണ്ട് കാശ്മീർക്ക് വളരെ നന്നായിട്ട് അറിയാം, ശംഖുമുഖം കടപ്പുറത്ത് VS അച്യുതാനന്ദനെ ഇരുത്തിക്കൊണ്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. ഒരു ബക്കറ്റിൽ വെള്ളം കടലിൽ നിന്ന് കോരി കഴിഞ്ഞാൽ അതിൽ തിരയുണ്ടാകില്ല എന്ന് പറഞ്ഞ് VS അച്യുതാനന്ദനെ വേദിയിലിരുത്തി ഈ ഇടതുപക്ഷം CPM ഉണ്ടാക്കിയ രാഷ്ട്രീയ നേതാവിനെ വേദിയിലിരുത്തിക്കൊണ്ട് ഇവർ നടത്തിയ പ്രവർത്തനവും അദ്ദേഹത്തെ ഒറ്റത്തിരിച്ചുകൊണ്ടുള്ള അഭ്യാസങ്ങളും അന്ന് ഇവർ കൂട്ടുപിടിച്ചത് ഇതുപോലെയുള്ള ഒരു വിഭാഗത്തെയായിരുന്നു. അന്ന് ഇവർക്ക് ജമാഅത്ത് ഇഷ്ടമായിരുന്നു, PDP ഇഷ്ടമായിരുന്നു, SDP ഇഷ്ടമായിരുന്നു. എല്ലാം ഇവർ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ആ വോട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഇവരുടെ തെരഞ്ഞെടുപ്പിലെ വിജയവുമായി ബന്ധപ്പെട്ട് നടന്ന ഓരോ വിഷയത്തിലും ഇവരുടെ വോട്ട് ചോർച്ച ഉണ്ടായ വിഭാഗം ഏതാണെന്ന് നോക്കുന്നു, അപ്പുറത്തെ വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നു. അവിടെ അൻവർ ഉണ്ടാക്കി തീർത്ത രാഷ്ട്രീയത്തിനകത്തോ അല്ലെങ്കിൽ അൻവർ മുന്നോട്ട് വെച്ച വിഷയങ്ങളോ ഒന്നും അല്ല ഇപ്പോഴത്തെ ഇവിടെ വിഷയം എന്ന് പറയപ്പെടുന്നത് അൻവർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും വ്യക്തിയുടെ പുറകിലുള്ള മറ്റു കാര്യങ്ങളുമായി പിണറായി വിജയൻ അതിനെ ചിത്രീകരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, 8 വർഷക്കാലമായിട്ട് കള്ളക്കടത്തുകാരനും 8 വർഷക്കാലമായിട്ട് സ്വർണ്ണക്കടത്തുകാരനും 8 വർഷക്കാലമായിട്ട് മൗലികവാദത്തിന് ചുക്കാൻ പിടിക്കുന്നവനും 8 വർഷമായിട്ട് ഹവാല ഇടപാടുകാരനുമായിട്ടുള്ള ഈ വ്യക്തിയായിരുന്നോ കെട്ടിപ്പിടിച്ച് പുലുകി ഒക്കത്ത് വെച്ച് ഉമ്മ വെച്ച് MLA എന്ന് പറയപ്പെടുന്ന പദത്തിൽ ഏറ്റവും എടുക്കാനായിട്ട് പിണറായി വിജയൻ കൊണ്ട് നടന്നിരുന്നത്? അപ്പം എന്താ അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല? ഇവിടെ വിജിലൻസ് ഉണ്ടായിരുന്നില്ലേ, ക്രൈം ബ്രാഞ്ച് ഉണ്ടായിരുന്നില്ലേ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നില്ലേ, സൈബർ മേഖല ഉണ്ടായിരുന്നില്ലേ? ഇവർക്കൊന്നും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം കണ്ടെത്താൻ ഒരു MLA എന്ന രീതിയിൽ ഇദ്ദേഹം ഈ പ്രവൃത്തിയൊക്കെ നടത്തുന്നുവെന്ന് ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിന് സാധിച്ചില്ല കണ്ടെത്താൻ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിട്ടുള്ള വർഗീയവാദമാണ്. ഇപ്പോൾ CPM കളിക്കുന്ന ഒരു വിക്ടിം കാർഡാണ്. ആ വിക്ടിം കാർഡ് കളിച്ച് തങ്ങളിലേക്ക് വരുന്ന നഷ്ടപ്പെടുന്ന വിഭാഗത്തെ പിടിച്ചു നിർത്താൻ വേണ്ടുന്ന ഒരു അഭ്യാസം ഇപ്പുറത്ത് കളിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് തിരുത്തലിലൂടെ വേറൊരു രാഷ്ട്രീയം കളിച്ചു നോക്കുന്നു. എങ്കിലും പിണറായി വിജയൻ പറഞ്ഞു വെച്ച കാര്യം അവിടെ ഉണ്ടല്ലോ, അവിടെ ഇത് നടത്താമെന്ന് പറഞ്ഞു. SDP-യെ കൊണ്ട് 37 സീറ്റിൽ കഴിഞ്ഞ് നിയമസഭയിൽ മത്സരിപ്പിച്ചത് പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടിട്ടാണ്. അതിൽ 30 സ്ഥലത്തും ജയിച്ചത് ഇടതുപക്ഷമാണ്. ജമാഅത്തേക്കും PDP-ക്കും മദനിയുടെ ഒപ്പവും ഒക്കെ കൂടെ നിന്നിട്ടുണ്ട്, ഒക്കെ അടുക്കളവാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് AKG സെന്ററിന്റെ മത തീവ്രവാദവും രാഷ്ട്രീയ ആരോപണമാണ്, വേറെ തെളിവുകളൊന്നും ഞാൻ അങ്ങനെ എത്തുന്നില്ല. ബാബു ഷൈജു ആന്റണിയുടെ PV Anwar എന്ന വ്യക്തിയോട് എനിക്ക് വ്യക്തിപരമായി ഒരു യോജിപ്പുള്ള മനുഷ്യനല്ല. അത് വ്യക്തിപരമായെന്ന് പറയാൻ കാരണം ഈ പറയുന്ന ഇടത് വിമർശനം, ഞാൻ പറയുന്നത് ഇടത് വിമർശനം, മാധ്യമപ്രവർത്തനം, ഞാൻ CPM-നെ വിമർശിക്കാറുണ്ട്, കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട്, BJP-യെ രൂക്ഷമായി വിമർശിക്കാറുണ്ട്, എല്ലാവരും വിമർശിക്കാറുണ്ട്. ഇടത് വിമർശനം നടത്തുമ്പോൾ വളരെ വ്യക്തിപരമായി എന്നെ അറ്റാക്ക് ചെയ്ത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശം ഭാഷയിൽ, വളരെ മോശം ഭാഷയിൽ എന്നെ തെറി പറയുന്ന ഒറ്റ ഡസൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും കിടപ്പുണ്ട് PV Anwar ഫേസ്ബുക്കിൽ. അങ്ങനെ തെറി പറഞ്ഞ ഒരാൾ, അങ്ങനെ ഇടതുപക്ഷത്തിന് പ്രതിരോധം അല്ലാതെ അൻവറും ഞാനും തമ്മിൽ എന്തെങ്കിലും വ്യക്തിയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇടതുപക്ഷത്തിന് പ്രതിരോധം തീർക്കുന്ന ഇടത്തിലെ സൈബർ കടന്നലുകളുടെ കടന്നൽ രാജ, ഈ ഒറ്റ ആഴ്ച മുമ്പ് ഒരു കടന്നൽ രാജായിരുന്നു കേട്ടോ. അതിനുശേഷം PV Anwar വരുന്നു, സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്നു, ADGP-യുടെ RSS സന്ദർശനത്തെ കുറിച്ച് പറയുമ്പോഴേക്കും അൻവർ SDP ആണ്, അൻവർ ജമാഅത്തെ ഇസ്ലാമിയാണ്, അൻവർ മതരാഷ്ട്രവാദിയാണ്. ഇന്ന് MP എന്ന് പറയുകയാണ് മലപ്പുറത്ത് ഈ കോഴിക്കോടും നിലമ്പൂരും അൻവറിൻ്റെ പരിപാടിക്ക് വന്നവരൊക്കെ ആരാണ്? ജമാഅത്തെ ഇസ്ലാമിക്കാരും SDP-ക്കാരുമാണ്. മലപ്പുറത്ത് അവർക്ക് കുറവില്ലല്ലോ എന്ന് പറയുകയാണ്. പക്ഷേ ഷൈജു ആന്റണി, ഈ നറേറ്റീവ് ശരിയായ നറേറ്റീവാണോ? ഈ പോക്ക് വല്ലാത്ത പോക്കല്ലേ? ഹാഷ്മി, ഒന്ന്, ഇപ്പോൾ വിവാദമായ ഈ പരാമർശം, ആ പരാമർശം ഉണ്ടായത് സെപ്റ്റംബർ മാസം 21-ാം തീയതിയാണ് ആദ്യമായിട്ടുണ്ടാകും. ആദ്യമായിട്ട് ഈ പരാമർശം ഉണ്ടാകുന്ന സമയത്ത് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും ഈ ഹവാല പണത്തെക്കുറിച്ചും എല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു. ആ പറഞ്ഞ ഭാഗം വീണ്ടും ഇന്നലത്തെ ഹിന്ദുവിൻ്റെ ഇൻ്റർവ്യൂവിൽ എഴുതി ചേർത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി. പക്ഷേ സെപ്റ്റംബർ 21-ലെ ഇൻ്റർവ്യൂവിൽ പറയാത്ത ഒരു വാചകം ഹിന്ദുവിൻ്റെ ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: ദിസ് മണി ഈസ് എൻ്ററിങ് കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ്. ഈ പണം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിനാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് സെപ്റ്റംബർ 21-ലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു വാചകമല്ല. അപ്പോൾ ഈ വാചകം എന്തുകൊണ്ടാണ് ഒരു PR ഏജൻസി, പ്രത്യേകിച്ച് ആ PR ഏജൻസിയുടെ കോർ കോമ്പീറ്റൻസ് എന്താണ്? റെപ്യൂട്ടേഷൻ മാനേജ്മെൻ്റ് ആണ്.
അങ്ങനെ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു PR ഏജൻസി വളരെ കൃത്യമായി ആസൂത്രണത്തോടു കൂടി ഈ വാചകം എഴുതി കൊടുത്തെങ്കിൽ ഹിന്ദു എന്ന ദിനപത്രം അവരുടെ കയ്യിൽ തെളിവില്ലാത്ത ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ വാചകം എഴുതി കൊടുത്തെങ്കിൽ PR ഏജൻസിയുമായി അതിനു മുമ്പ് സംസാരിക്കുകയും ആ ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് കേസൺ ഇങ്ങനെ ഒരു കാര്യം എഴുതി കൊടുത്തത് എന്ന് സംശയിക്കേണ്ടി വരും. കാരണം ഞങ്ങൾ ആരാണ് എന്ന് കേസന്റെ വെബ്സൈറ്റിൽ കേസനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: വി ഗോ ടു ഗ്രേറ്റ് ലെങ്ത്സ് ടു അച്ചീവ് സക്സസ് ഫോർ അവർ ക്ലയൻസ് ബൈ ഗ്യാദറിംഗ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ക്ലയൻസ് ആൻഡ് വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ. ഞങ്ങളുടെ കക്ഷികളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അവർക്ക് എന്താണ് വേണ്ടത് എന്നറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്യാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്നാണ് അവരുടെ ക്ലെയിം. കേസൺ എന്ന ഏജൻസിയുടെ ക്ലെയിം അതാണ്, ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അപ്പം അതുകൊണ്ട് അവർ വളരെ ബുദ്ധിപൂർവമായി പ്ലാൻഡ് ചെയ്ത ഒരു സാധനമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാനാവില്ല. കേസന്റെ പല പല ആക്ടിവിറ്റീസിനകത്ത് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പബ്ലിക് അഫയേഴ്സാണ്. അതൊരു ആക്ടിവിറ്റിയാണ്, കേസന്റെ ഒരു ആക്ടിവിറ്റിയാണ്. ആ പബ്ലിക് അഫയേഴ്സിനെ കുറിച്ച് പറയുന്നത് പബ്ലിക് അഫയേഴ്സ് ഡയറക്ട്ലി ഡീൽ വിത്ത് ദ മാറ്റർ ഓഫ് പോളിസി ആൻഡ് ലോസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിച്ച് അഫക്ട് ദ കമ്മ്യൂണിറ്റി അറ്റ് ലാർജ്. ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഡീൽ ചെയ്യുന്നു. അതിനകത്ത് എന്തൊക്കെ വിഷയങ്ങളാണെന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ, ഇഷ്യൂ മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ വളരെ കൃത്യമായി അവർ ആസൂത്രിതമായി ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാൻ ചെയ്ത കാര്യം നാളെ ഇവിടെ വലിയ വിവാദമാകുമെന്ന് അവർക്ക് നേരത്തെ അറിയാം. അങ്ങനെ ഒരു വിവാദമായാൽ ആ വിവാദത്തിന് കൊടുക്കേണ്ട മറുപടി എന്ത് എന്ന് പോലും ഒരു പക്ഷേ ഇത് കൊടുക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചിരിക്കും. കാരണം ദേ ആർ പ്രൊഫഷണൽ പീപ്പിൾ. ഒരു 2024 ഇന്ത്യയിലെ ഏറ്റവും നല്ല PR ഏജൻസി എന്ന 2-3 അവാർഡുകൾ വാങ്ങിയിട്ടുള്ള PR ഏജൻസിയാണ്. അപ്പോൾ ചെറിയ ആളുകളല്ല. അവർ കൃത്യമായി ഇതിനു മുമ്പ് നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. ആ മറുപടിയുടെ ഭാഗമാണ് കോഴിക്കോട് വിമാനത്താവളം മലപ്പുറം ജില്ലയിലാണെന്നും അതുകൊണ്ട് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് പിടിക്കുന്ന സ്വർണ്ണക്കടത്തെല്ലാം മലപ്പുറം ജില്ലയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു എന്നുമാണ്. അങ്ങനെ വന്നാൽ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന ആകെ 4 ജില്ലകളെ ഉണ്ടാവും. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം. ഈ 4 സ്ഥലത്ത് മാത്രമല്ല എയർപോർട്ടുള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ജില്ലകളിലും സ്വർണ്ണക്കടത്ത് രേഖപ്പെടുത്തില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കുന്നത്? സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുമ്പോൾ അത് പിടിക്കുന്നയാളുടെ ജില്ല ഏതാണോ ആ ജില്ലയിലല്ലേ അത് രേഖപ്പെടുത്തേണ്ടത്? പിടിക്കുന്ന സ്ഥലം മാത്രമാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ മലപ്പുറത്തുകാരാണ് സ്വർണ്ണക്കടത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന എന്ന ഒരു പ്രസ്താവന സെപ്റ്റംബർ 21 നടത്തുന്നു. അതിനുശേഷം സെപ്റ്റംബർ 30 ആകുമ്പോഴേക്കും പുതിയൊരു വാചകവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റൊരു സാധനം കൊടുക്കുന്നു. ഇതെല്ലാം കൃത്യമായ PR ഏജൻസിയുടെ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും നമ്മൾ കേസിലെ ആളുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അത് കുറച്ചുകൂടി വ്യക്തമാണ്. കാര്യം അങ്ങനെ കൂട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മുടെ നാടിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏതോ ഒരു PR ഏജൻസി, നമ്മുടെ നാട്ടിന്റെ വെൽബീയിങ് കളയാൻ ശ്രമിക്കുന്ന, അതിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന, കേരള സ്റ്റോറി മട്ടിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന ഏജൻസി അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഹാഷ്മി, കുറച്ച് നാളുകളായി ചാനൽ സ്പേസ് ഏറ്റവും കൂടുതൽ PV അൻവർ കൊണ്ടുപോകുന്നു. ആ ചാനൽ സ്പേസ് തിരിച്ചു പിടിക്കാൻ ഇതിലും നല്ലൊരു മാർഗം എന്താണ്? ഇവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ ഹിന്ദുവിലെ എന്താണ് ഈ പറയുന്ന വിവാദ അഭിമുഖം വന്നിട്ട് 10-48 മണിക്കൂറായി. ഇന്ന് ഉച്ചയാകുമ്പോഴേക്കാണ് ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്ന് വൈകിട്ടാണ്. ഇന്നലെയൊക്കെ ചാനൽ ചർച്ചയിലിരുന്ന് പാവമടുക്കൽ KS അരുൺകുമാറൊക്കെ ഇരുന്ന് മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് വശം കിടന്ന് കണ്ടു. കഷ്ടം തോന്നി. ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് തോന്നി. പോട്ടെ, അരുൺകുമാർ ചാനൽ ചർച്ച. ഇന്ന് AK ബാലൻ ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്താണ് തെളിവില്ലാതെ പറയില്ല, മറ്റേതില്ലാതെ പറയില്ല, തെളിവ് വരും എന്നൊക്കെ പറയുകയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അതും പോട്ടെ. PK താങ്കൾ കൈപൊക്കിയ കാര്യം പറഞ്ഞോളൂ. അതോടൊപ്പം
ഈ പറയുന്ന കേസൺ എന്ന് പറയുന്ന PR ഏജൻസി സർക്കാർ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ നാടിനെ ദേശീയ ഹിന്ദു എന്ന് പറയുന്ന ദേശീയ പത്രമാണ്. അത് കേരളത്തിൽ മാത്രമുള്ള സംഭവമല്ല, രാജ്യത്ത് മൊത്തം ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ നേഴ്സറി എന്ന് പറഞ്ഞ് സംഘപരിവാർ നറേറ്റീവ് ഇല്ലേ, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വൃത്തികെട്ട പണി കാണിച്ചവർക്കെതിരെ ലീഗ് കേസ് കൊടുക്കുമോ ശ്രീ PK ഫിറോസ്? അത് ആശ്മി പറഞ്ഞതിലേക്ക് ഞാൻ വരാം. ആശ്മി, ആദ്യം ഇവിടെ അനിൽകുമാർ CPM-ൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ പ്രകീർത്തിച്ചുകൊണ്ട് ദേശാഭിമാനിയിലൊരു മുഖപ്രസംഗം എഴുതിയിട്ടില്ല, ഞാൻ പച്ചക്കള്ളം പറയുന്നു എന്നാണ്. ഇതാണ് ഇവരുടെ കുഴപ്പം. ഇവർ ദേശാഭിമാനി വായിക്കില്ല. അപ്പോൾ ദേശാഭിമാനി ഒന്ന് വായിക്കണം. 1996 ഏപ്രിൽ 22 തിങ്കളാഴ്ച ദേശാഭിമാനിയിൽ എഴുതിയ മുഖപ്രസംഗമാണ്. ഞാൻ ചുരുക്കി വായിക്കാം. തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നീ ഓമന പേരുകളിൽ PV നരസിംഹറാവുവിൻ്റെ സർക്കാർ നടപ്പിലാക്കി വരുന്ന സാമ്രാജ്യത്വ അനുകൂല സാമ്പത്തിക പദ്ധതിക്കും മറ്റ് ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരായ എന്ന പോലെ ഹൈന്ദവ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയും ഇടതുപക്ഷം ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ നടത്തിപ്പോരുന്ന പ്രക്ഷോഭങ്ങൾ ആ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ ശക്തവും വ്യാപ്തവുമാക്കി തീർക്കുകയാണ്. ആശാവഹവും ആവേശകരവുമായ ഈ പ്രക്രിയ ത്വരിതപ്പെടുത്തുന്ന 2 സംഭവ വികാസങ്ങൾ കഴിഞ്ഞുപോയ വാരത്തിൻ്റെ അന്ത്യനാടുകളിൽ ഉണ്ടായിരിക്കുകയാണ്. വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്തുമത പുരോഹിതന്മാരും ജമാഅത്തെ ഇസ്ലാമിയും കൈക്കൊണ്ട തീരുമാനങ്ങളാണ് ഇവിടെ വിവക്ഷ. എന്നിട്ട് ക്രൈസ്തവ സംഘടനയെക്കുറിച്ച് കുറേ പറഞ്ഞിട്ട് പിന്നീട് പറയാണ്, ലോകത്തിലെവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാണ്, നരസിംഹറാവുവിൻ്റെ ആഗോളവൽക്കരണ നയത്തെയും മറ്റു നടപടികളെയും അത്യാവേശപൂർവ്വം പരിരംഭണം ചെയ്തു നിന്നാലും ചൂഷണത്തിനും സാമ്പത്തിക കൊള്ളക്കും അനീതിക്കെതിരെതിരായി ഉയർന്നു നിൽക്കാൻ കൊതിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ പോകുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തികച്ചും കാലികമായ ഈ തീരുമാനം. എന്നിട്ട് പറയുന്നു, ബഹുജന താല്പര്യം മറന്നുകൊണ്ട് മുസ്ലിം ലീഗും അവരുടെ കയ്യാളായ PDP-യും നടത്തിവരുന്ന പ്രചാരണങ്ങളുടെ കുന്തമന ഒടിച്ചു കളയുന്നതാണ് ജമാഅത്തിൻ്റെ തീരുമാനം. ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് വേറിട്ടിരുന്നത് കൊണ്ട് സ്വന്തം താല്പര്യം സംരക്ഷിക്കാനാവില്ലെന്നും രാജ്യത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്കൊപ്പം അണിനിരന്നുകൊണ്ട് മാത്രമേ സ്വന്തം ഉത്തമ താല്പര്യങ്ങളും അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാൻ ഒക്കുകയുള്ളൂ എന്നും ശരിയാം വിധം മനസ്സിലാക്കിക്കൊണ്ടുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ തീരുമാനം. ഇത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ 1996 ഏപ്രിൽ മാസം 22 എഴുതിയതാണെന്ന് ബഹുമാനപ്പെട്ട അനിൽകുമാർ ഒന്ന് വായിക്കണം. വേണമെങ്കിൽ അദ്ദേഹത്തിനും ഈ കോപ്പി ഈ ചർച്ച കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. അതാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഇവരുടെ നിലപാട്. തങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ സ്വന്തം ഉത്തമ താല്പര്യം സംരക്ഷിക്കുന്ന കൂട്ടർ, അല്ലെങ്കിൽ അവർ വർഗീയവാദികൾ. ഇതാണ് ഇവരുടെ നിലപാട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു PR ഏജൻസി ഒരാൾക്ക് സഹായവുമായി വരുന്നത് എപ്പോഴാണ്? ഇപ്പോൾ നേരത്തെ ഹാഷ്മി ചോദിച്ചതുപോലെ ഹിന്ദുവിനൊരു അഭിമുഖം കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് ഒരു ഏജൻസിയുടെയും ആവശ്യമില്ല. എന്നാൽ ഒരു ഏജൻസി വരുന്നത്, അതും ഒരു PR ഏജൻസി വരുന്നത്, പ്രസ് സെക്രട്ടറി വിളിക്കാണ്, ഹിന്ദുവിന്റെ ഓഫീസിൽ വിളിക്കാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദുവിനോട് സംസാരിക്കാനുണ്ട്. എഡിറ്റർ ഓടി വരില്ലേ? ഓടി വരും. അപ്പൊ ഇവിടെ ഒരു PR ഏജൻസി അതിന്റെ ഇടനിലക്കാരായി വരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് അതിനകത്തൊരു താല്പര്യം നടപ്പിലാക്കാനുണ്ട്. ആ PR ഏജൻസിയുമായി ചേർന്ന് ഒരു PR വർക്ക് അതിലൂടെ നടപ്പിലാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. ഇവർ അതിനുവേണ്ടി ഒരു സ്റ്റോറി കുക്കടപ്പ് ഉണ്ടാക്കുന്നു. ആ സ്റ്റോറിയാണ് ഇനി PR ഏജൻസി വഴി ഹിന്ദുവിൽ അച്ചടിച്ച് വരേണ്ടത്. അതിനാണ് ഈ കേസിനെ ചുമതലപ്പെടുത്തുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് PR ഏജൻസി വിചാരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട്. അപ്പോൾ PR ഏജൻസി രേഖാമൂലം എഴുതി കൊടുക്കുന്നു, ഇതുകൂടി ഉൾപ്പെടുത്തണം. കാരണം ഇവരുടെ ഈ സ്റ്റോറി കൃത്യമായി PR വർക്ക്. PK ഫിറോസ് അൻവർ പറയുന്ന മറ്റേ സംഘമാണോ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ബാരിക്കേഡ് കെട്ടി മുഖ്യമന്ത്രി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറഞ്ഞാലും മതിയല്ലോ PR ഏജൻസിയോട്. അല്ല, അങ്ങനെയാണെങ്കിൽ അനിൽകുമാറിനോട് ആ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ധൈര്യത്തോടെ എൻ്റെ നാടിനെക്കുറിച്ച്, ഞങ്ങളുടെ സംസ്ഥാനത്തെ ഒരു ജില്ലയെക്കുറിച്ച്, ഞങ്ങളുടെ നാട്ടിലെ വിവിധ ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പത്രത്തിൽ അച്ചടിച്ച് വരാൻ കാരണക്കാരായ കൈസൺ ഏജൻസിയെ ഞങ്ങൾ പിടിച്ച് കൽത്തുറുങ്കിൽ അടക്കും എന്ന് പറയാനുള്ള ആർജവം അനിൽകുമാർ ഇല്ലാതെ പോയത്? ഒറ്റ കാര്യം കൂടി, ഇന്നലെ മുതൽ ഇന്ന് ഉച്ച വരെ ഈ CPM-ന്റെ നേതാക്കന്മാരും AK ബാലൻ അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് വേർക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? ആ ഡേ 1-ൽ ആ മിനിറ്റിൽ എന്തുകൊണ്ടായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തള്ളി പറയാൻ കഴിയാതെ പോയത്? ഇപ്പോൾ ഇതെല്ലാം കൂടി കൈസൺ എന്ന് പറയുന്ന PR ഏജൻസിയുടെ തലയിൽ കെട്ടിവെക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഞാൻ ഉറപ്പിച്ച് ആശ്മിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാം, ഇതിന് നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ
ഈ നിയമ പോരാട്ടം ഏറ്റെടുക്കാൻ യൂത്ത് ലീഗ് തയ്യാറാണ്. മുഖ്യമന്ത്രിയെയും കെയ്സൺ എന്ന് പറയുന്ന PR ഏജൻസിയെയും ഹിന്ദു പത്രത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പരാതി കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കാണ്. ഒരു സംശയം വേണ്ട. ശ്രീ അനിൽകുമാർ മറുപടി. ഒന്ന്, ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം ആ ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ അതിന് മൗനമായിട്ട് കാത്തിരുന്ന ആ കോൺഗ്രസ്സുകാരോട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. ആ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ PDPയും ലീഗും എടുത്ത നിലപാടിനെ തുറന്നു കാണിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു നിലപാട് സ്വീകരിച്ചു. അതിനർത്ഥം ജമാഅത്തെ ഇസ്ലാമിയെ CPM പിന്തുണയ്ക്കുന്നതല്ല. ആ ജമാഅത്തെ ഇസ്ലാം പറഞ്ഞു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി, ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി പരാജയപ്പെടണം. അതിനപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പ്രകീർത്തിക്കുകയോ അതിന് മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുകയോ അല്ല CPM ചെയ്തത്. അതങ്ങ് വായിച്ച് ശരിക്കും വായിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. പിന്നെ ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോഴും ആ അധികാരത്തിൽ ഇരുന്ന ആളുകൾക്ക്, അതിൻ്റെ സ്വാദ് അനുഭവിച്ചവർക്ക് അത്ര പെട്ടെന്ന് അത് മറക്കാൻ ആവുന്നില്ല അതിൻ്റെ സ്വാദ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്, കേരള മുഖ്യമന്ത്രി ഒരു PR ഏജൻസിയെയും ഒരു കാര്യത്തിനും ചുമതലപ്പെടുത്തിയിട്ടില്ല. PR ഏജൻസി ആവശ്യപ്പെട്ട ഒരു കാര്യവും കേരള മുഖ്യമന്ത്രിയുടെ ആപ്പീസ് ചെയ്തും കൊടുത്തില്ല. ഹിന്ദു ദിനപത്രമാണ് പറയുന്നത് PR ഏജൻസി ഞങ്ങൾക്ക് എഴുതി തന്ന സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഉണ്ടെങ്കിൽ അവർ പ്രസിദ്ധീകരിക്കട്ടെ. പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ വസ്തുതകൾ പുറത്തു വരും. നമുക്ക് നാളെ രാവിലെ നേരം വെളുക്കുമല്ലോ. ഹിന്ദു പത്രം പറഞ്ഞ ആ ആശയം ശരിയാണെങ്കിൽ ഒരു പ്രസിദ്ധീകരിക്കട്ടെ. അതാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. എന്തിനാ മൂടി വെക്കണത്? എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തത വന്നു. മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് അച്ചടിച്ചതെന്ന് സമ്മതിച്ചു. രണ്ട്, മുഖ്യമന്ത്രി തിരുവനന്തപുരം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത തിരികെ കയറ്റാൻ നോക്കിയത്. അതിലൂടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ആ മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് ജില്ലയെക്കുറിച്ച് പറഞ്ഞല്ല, അവിടുത്തെ അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്കുള്ള മറുപടിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഷൈജു ആന്റണി പറഞ്ഞപ്പോൾ തീയതിയിലൊരു തെറ്റുണ്ട് കേട്ടോ. 21, 29 മുഖപ്പോ ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത് 29-നാണ്. അപ്പൊ 29-ന് ഇന്റർവ്യൂവില് സ്വർണത്തിന്റെ കണക്കൊന്നും പറയുന്നില്ല, പറഞ്ഞു പോയി. ഷൈജു ആന്റണിക്കൊരു ഡേറ്റിൽ പിഴവുണ്ടായി. പക്ഷെ താങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗമേ ഇല്ല. PK ഫിറോസ് പറഞ്ഞ നുണയാണ് എന്ന് താങ്കൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. 96 ഏപ്രിൽ 22 തിങ്കളാഴ്ച 11:71 മേട 9 ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ പച്ച നുണയല്ല സർ, പച്ച നുണയല്ല. തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ 2 തീരുമാനങ്ങളിൽ ഒരു തീരുമാനം ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനമാണ്. എന്താണ് തീരുമാനം? LDFന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം. ആ തീരുമാനം മനോഹരമായിരുന്നു എന്ന് എഴുതുന്നത് പാർട്ടി മുഖപത്രത്തിന്റെ മുഖപ്രസംഗമാണ്. മതരാഷ്ട്രവാദികൾക്ക് വേണ്ടി പാർട്ടി മുഖപത്രത്തിന്റെ മുഖപ്രസംഗം എഴുതാവോ? അതിനുത്തരം പറയാം, ദയവായി നിങ്ങൾ കേൾക്കൂ. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുമായി CPM രാഷ്ട്രീയ നടത്തിയിട്ടില്ല, സീറ്റ് വിഭജനം നടത്തിയിട്ടില്ല, LDFിൻ്റെ മുന്നണിയിൽ അവരെ ചേർത്തിട്ടില്ല. അവരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കുഞ്ഞാലിക്കുട്ടിയും UT മുഹമ്മദ് ബഷീറൂടെ ആ ഗസ്റ്റ് ഹൗസിനകത്ത് തലയും മുണ്ടിട്ട് പോയാലും ഞങ്ങളാരും പോയിട്ടില്ല. അമീറുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. ബാബറിന് ശേഷം അവരൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ആ ബാബറിനെ കൂട്ടുന്ന കോൺഗ്രസിന്റെ കൂടെ ഞങ്ങളില്ല. അമീറിനെ കണ്ടിട്ടേ ഇല്ലേ സാർ? ഞങ്ങളുടെ ബഹുപ്രസംഗത്തിൽ പരസ്യ നിലപാട്. അമീറിനെ കണ്ടിട്ടേ ഇല്ലേ? ഈ പടം ഒന്ന് ഫോക്കസ് ചെയ്യോ? അനിൽകുമാർ കാണാൻ പറ്റുമെങ്കിൽ അബ്ദുൽ അസീസ് എന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാലത്തെ അമീറാണ്. ഈ ചിത്രങ്ങളിൽ ഒരാൾ അബ്ദുൽ അസീസ് ആണ്, ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു മതരാഷ്ട്രവാദ സംഘടനയുടെ അമീറുമായി മുഖ്യമന്ത്രി പിണറായി, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന് സംസാരിക്കുന്ന ചിത്രമാണ്. ഇത് വ്യാജമാണ്, ഫേക്കാണെന്നെങ്കിലും ഒന്ന് പറ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു ചിത്രം എടുത്ത് കാണിച്ചിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തുമെന്ന് കളവായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. CPMനെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഒരു വ്യക്തതയില്ല സിയാൽകുമാർ. ഞാൻ പറയാം, ഡൂൾ ന്യൂസ് പറയുന്ന പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമം 16 മെയ് 2011 പറയുകയാണ് ജമാഅത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു. പറയുന്നത് ആരാണ്? PC രാമകൃഷ്ണൻ. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥിയുമായിരുന്ന PC രാമകൃഷ്ണൻ. ശ്രീ അനിൽകുമാർ, ഈ കൂടിക്കാഴ്ചയെ പറ്റി ചെന്നിത്തല പ്രശ്നമുണ്ടാക്കി. അന്ന് കണ്ണൂർ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയൻ ചോദിക്കുന്നുണ്ട്, ശരി അമീറുമായി കൂടിക്കാഴ്ച നടത്തി, അതിന് ചെന്നിത്തലയ്ക്ക് എന്തിനാ വേവലാതി എന്ന് ചോദിക്കുന്നുണ്ട്. അയച്ചതാണ് പത്ര കട്ടിങ്. ശ്രീ അനിൽകുമാർ,
നിങ്ങൾ ഈ പറയുന്ന പോയ കാലങ്ങളിൽ ഇവരുടെ വോട്ട് മേടിച്ചവരാണെന്നേ. ഇനി ഉത്തരം പറഞ്ഞോട്ടെ, ഉത്തരം പറയട്ടെ, പറയൂ. ഉത്തരം പറയട്ടെ. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ജമായത്തെ ഇസ്ലാമി പിന്തുണ നൽകിയ ഒരു തെരഞ്ഞെടുപ്പില്ല. ജമായത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാറില്ലായിരുന്നു. അതിനുശേഷം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നൊരു നിലപാടിലേക്ക് അവർ വന്നത്. അത് നിങ്ങൾ പരിശോധിക്കുക ആദ്യം. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞു ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് കൂട്ടുനിന്നവർ വോട്ടില്ല. അങ്ങനെ കോൺഗ്രസിനും ലീഗിനും അവർ വോട്ട് ചെയ്തില്ല. ആ ദേശാഭിമാനി ആ ഘട്ടത്തിൽ പറഞ്ഞു. അതിനുശേഷം അതെ, അതിനുശേഷം മലപ്പുറം ജില്ലയിൽ ഞാൻ പറയുന്നതിന് നിങ്ങൾ കേൾപ്പിക്കില്ല അല്ലേ? നിങ്ങൾ അവതാരകർക്കൊരു രോഗമുണ്ട്. നമ്മളൊരു ചർച്ച വന്നാൽ നമ്മൾ പറയുന്ന കാര്യം നാട്ടുകാർ കേൾക്കരുതെന്ന് വാശിയാണ്. എന്നിട്ട് നിങ്ങൾ ഇന്നലെ മറ്റേ പഠിച്ച് രാത്രി ഉറക്കളച്ച് പഠിച്ച സാധനം ഇന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട പാലുള്ളി പറയുന്നത് അവിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പഞ്ചായത്തുകളിലെ വിഷയങ്ങളാണ്. മറിച്ച് കേരള സംസ്ഥാനത്താകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ഒരു ധാരണയുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പും ഇല്ല എന്ന് ആധികാരികമായിട്ട് ഞാൻ പറയുകയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇവിടെ LDFന്റെ സഖ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. LDFന്റെ സഖ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി എല്ലാവർക്കും അറിയാം. UDFന്റെ സഖ്യത്തിലും ജമാഅത്തെ ഇസ്ലാമി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. അനിൽകുമാർ, ഇവിടെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2011 2018 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർബാധം പിന്തുണ പ്രഖ്യാപിച്ചു ജമാഅത്തെ ഇസ്ലാമി. അന്ന് നിങ്ങൾക്ക് പ്രിയങ്കനായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി. അന്ന് ആ വോട്ട് വേണ്ട നിങ്ങളാരും പറഞ്ഞില്ല. ഇവർ ഭീകരവാദികളാണ്, മതരാഷ്ട്രവാദികളാണ്, രാജ്യത്തെ വിഭജിക്കാൻ നടക്കുന്നവരാണ്, SDP കൂട്ടുകാരാണ്, അല്ലെങ്കിൽ കേരളത്തിലെ RSS മുസ്ലിം RSS ജമാഅത്തെ ഇസ്ലാമി എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ല. വിജയൻ പറഞ്ഞെന്താ? വിജയൻ പറഞ്ഞത് ഈ പറഞ്ഞ അമീറുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയത് ചെന്നിത്തലയ്ക്ക് ഇത്ര വേവലാതി എന്താ ചോദിച്ചേ? ഈ ഇരട്ടത്താപ്പ് എന്താണ് അരിയാഹാരം കഴിക്കുന്നത് മനസ്സിലാവില്ലേ അനിൽകുമാർ? നിങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ തവണ ഇത് പറയണത്. നിങ്ങൾ പറയുന്നത് ഇവിടെ CPIM മറുപടിയാണ് കൃത്യമായിട്ട് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടതില്ല, SDP വോട്ട് വേണ്ടതില്ല എന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരള രാഷ്ട്രീയത്തിനകത്ത് നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ RSSന്റെ വോട്ട് വേണ്ടതില്ല എന്ന് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടതില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ നിലപാടാണ് CPM ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വരുമ്പോൾ SDP ജമാഅത്തെ ഇസ്ലാമിയും BJPയും ഞങ്ങളുടെ പെട്ടിയിൽ വോട്ട് ചെയ്ത് കാണും എന്ന് സതീശൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ സതീശനെ പിന്തുണയ്ക്കാൻ CPMനെ പഴയ കാലത്തെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഔത്സുക്യം ഞങ്ങൾക്ക് മനസ്സിലാകും. ഒരു കാര്യമല്ല അനിൽകുമാർ, ഒരു കാര്യമല്ല, പല കാര്യങ്ങൾ. പല തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് അവരുടെ പത്രത്തിലൂടെ പരസ്യമായി നൽകിയ പിന്തുണ പ്രഖ്യാപനങ്ങൾ എന്തുകൊണ്ട് പിന്തുണ നൽകുന്നു എന്ന അവരുടെ എഡിറ്റോറിയലുകൾ ഞാൻ പറഞ്ഞ ഡൂൾ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കിടപ്പുണ്ട്, കയറി നോക്കിയാൽ കാണാം. P ശ്രീരാമകൃഷ്ണൻ പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. എന്ത് മറുപടിയാണ് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഗുണം ചെയ്തിട്ടില്ലെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉമർ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഉമർ മാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നില്ല. പറയുന്ന ആരാണ്? P ശ്രീരാമകൃഷ്ണൻ. ഇതൊക്കെ കിടക്കുകയല്ലേ സാർ? മാതൃഭൂമി പത്രത്തിൽ ഇപ്പോഴും പോയി നോക്കി കാണാം. പറപ്പൂർ പഞ്ചായത്ത് ഭരണം CPMന്, വിജയം വെൽഫെയർ പാർട്ടി പിന്തുണയോടെ ഇപ്പോഴും കിടപ്പുണ്ട് അവിടെ. എന്നിട്ട് നിങ്ങൾ ഇവരൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ പൊന്നുമക്കൾ, നിങ്ങളുടെ പിന്തുണ നിഷേധിച്ചാൽ, നിങ്ങളോട് പിണങ്ങിയാൽ, UDFുമായി ചേർന്നാൽ കൊടിയ വർഗീയവാദികൾ, മതരാഷ്ട്രവാദികൾ, അവരെ കൊള്ളരുതാത്തവർ, UDFിന്റെ സ്ലീപ്പിംഗ് സെല്ല്. ഇത് മനസ്സിലാവില്ലേ സാർ? മലയാളത്തിന് മനസ്സിലാവില്ലേ? ഒന്ന്, നിങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM എടുക്കുന്ന ഏറ്റവും ശക്തമായ നിലപാട് മൂടിവെക്കാൻ വേണ്ടിയാണ് ഈ പഴങ്കഥകളും കെട്ടുകഥകളും പറയുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ച ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് വന്ന രാഷ്ട്രീയമായ തിരിച്ചറിവുകളുടെയും അന്ന് അക്കാലഘട്ടത്തിലെ രാഷ്ട്രീയ നിലപാടുകളുടെയും ഭാഗമായി ഉണ്ടായ കാര്യങ്ങളെ CPMുമായി കൂട്ടിക്കെട്ടിയിട്ട് അന്ന് വ്യത്യസ്തമായ ആളുകൾ എടുത്ത നിലപാടുകളെ CPMൻ്റെ നയമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. RSSുമായുള്ള ബന്ധം സംബന്ധിച്ച് 1978 തെരഞ്ഞെടുപ്പിൽ EMS തലശ്ശേരി പറഞ്ഞ വ്യക്തമായ നിലപാടാണ് RSSന്റെ വോട്ട് വേണ്ട. അതിനുശേഷം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വളരെ വ്യക്തമായും ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, അവരുമായി മുന്നണിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും SDP ജമാഅത്തെ ഇസ്ലാമിയുമായും
കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ UDF ആണ് എന്ന യാഥാർത്ഥ്യത്തെ മൂടിവെക്കാനാണ്. ഈ പരസ്പരം വർഗീയത വളർത്തുന്ന യാഥാർത്ഥ്യത്തെ മൂടിവെക്കാനാണ് നിങ്ങൾ ഈ കെട്ടുകഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ എത്ര പറഞ്ഞിട്ടും അതുകൊണ്ട് മെനയാവുന്നില്ല, വൃത്തിയാവുന്നില്ല. പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പറയുന്നതുകൊണ്ട് എനിക്ക് ഖേദമുണ്ട്. ദേശാഭിമാനിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനം ശ്രദ്ധേയമായ തീരുമാനമാണെന്ന് പറയുന്ന മുഖപ്രസംഗം ഉണ്ട് എന്നുള്ളത് സത്യമാണ്, വാസ്തവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാലത്തെ അമീറുമായി സന്ദർശനം നടത്തിയെന്നുള്ളത് സത്യമാണ്. ആ സന്ദർശനത്തിൽ ചെന്നിത്തലയ്ക്ക് എന്തിനാണ് വേവലാതി എന്ന് ചോദിച്ചത് സത്യമാണ്. ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരുമിച്ച് വോട്ട് തേടിയത് സത്യമാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് പാലളി മുഹമ്മദ് കുട്ടി പറഞ്ഞത് സത്യമാണ്. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല, ഈ അടുത്ത കാലത്തെ കാര്യമാണ് പറയുന്നത്. അവരുടെ പരസ്യ പിന്തുണ പ്രഖ്യാപനങ്ങൾ കേരള സമക്ഷം ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. 2007 2008 ആര്യാടൻ മുഹമ്മദ് സഭയിൽ അവതരിപ്പിച്ച് സബ്മിഷൻ കോടിയേരി നൽകിയൊരു മറുപടി ഉണ്ട്. അത് കിട്ടിയില്ല. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. ഞാൻ കിട്ടിയ ഞാൻ അയച്ചുതരാം. അന്ന് ആര്യാടൻ പറഞ്ഞത് ഈ പറഞ്ഞ ജമാഅത്തിന്റെ എന്തോ ഈ പറഞ്ഞ തീവ്രവാദ ലെവലിനെ സംബന്ധിച്ച അന്ന് കോടിയേരി സഭയിൽ കൊടുത്ത മറുപടി ഞാൻ എടുത്ത് അങ്ങേക്ക് അയച്ചു തരാം സാർ. അതിന് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. ഇതൊക്കെ ഇങ്ങനെ സമക്ഷം നിൽക്കുമ്പോൾ താങ്കൾ ബാബരി മസ്ജിദും ഏതോ കാലത്തെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയും പറഞ്ഞാൽ എറിക്കുവോ? വസ്തുതാപരമായിരിക്കുമല്ലോ, രാഷ്ട്രീയ നിലപാടല്ലോ സഭയെ മറുപടി കൊടുക്കുന്നത്. ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന വസ്തുതാപരമായിട്ട് കൊടുക്കാൻ പറ്റൂ, രാഷ്ട്രീയ നിലപാടല്ല കൊടുക്കാൻ പറ്റുന്നത്. ഉണ്ടായ വസ്തുത മറുപടിയായി കൊടുത്തിട്ടുണ്ടാവും, അത് രാഷ്ട്രീയ നിലപാടല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് CPM എടുത്ത രാഷ്ട്രീയ നിലപാടിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ SDP വോട്ട് വേണ്ടെന്നാ. ആ നിലപാട് കോൺഗ്രസിനുണ്ടോ? ആ നിലപാട് ലീഗിനുണ്ടോ? ആ നിലപാട് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെ കൂടെ നിന്നാൽ നിങ്ങൾ RSSനെ BJP എങ്ങനെ പരാജയം? അനിൽകുമാർ, ഇത് ഈ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്കുള്ള പിന്തുണ പിൻവലിച്ച് UDFുമായി ചേർന്നപ്പോഴാണ് നിങ്ങൾക്ക് അവർ മതരാഷ്ട്രവാദികളും വൃത്തികെട്ടവരുമായത്. അതുവരെ നിങ്ങൾക്ക് നല്ല ആൾക്കാരായിരുന്നു അവർ. അതാ പറഞ്ഞു വരുന്നത്. അവരോടും ചോദിക്കുക. നിങ്ങൾ അവരുമായി പിണങ്ങി, നിങ്ങൾക്ക് പിന്തുണ തന്ന സമയത്ത് അവർ എന്താണ് സാർവദേശീയ വിഷയങ്ങളിൽ ഉൾക്കാമ്പോടെ വിഷയങ്ങളെ സ്വീകരിക്കുന്നവരാണ്. നിങ്ങൾ അവരെ പിണങ്ങി, അവർ UDFിനൊപ്പം പോയി. അപ്പോഴേക്ക് ഇതാ പോകുന്നു മതരാഷ്ട്രവാദി, വൃത്തികെട്ടവൻ, വർഗീയവാദി, കൊളരുതാത്തവൻ. അതാണ് ഡയലോഗ്. അത്രേ ഉള്ളൂ. ഉണ്ടായി പിണങ്ങി. അതുകൊണ്ടാണ് അല്ല പാർലമെന്റ് പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു നിലപാട് സ്വീകരിച്ചു, ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടും ഈ നിലപാടും ഞങ്ങൾ യോജിച്ചു പോകാൻ പറ്റില്ല എന്നാണ് പാർലമെന്റ് പറയുന്നത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് സീറ്റ് കൊടുക്കോ? സാറേ, ഞാൻ പറഞ്ഞത് അവർ സഖ്യത്തിലുണ്ടെങ്കിലേ സീറ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇത് സഖ്യമല്ലെന്നേ. ഞങ്ങള് അവർക്ക് മത്സരിക്കാൻ വേണ്ടി വടകര കോലീബി സഖ്യം ഉണ്ടാക്കിയില്ലേ? വടകര ബേപ്പൂർ. ആ വടകര ബേപ്പൂർ സഖ്യം ഉണ്ടാക്കിയ പോലെ ഒരു സഖ്യം ഞങ്ങൾ ഉണ്ടാക്കിയില്ല. മാരാരുടെ പാഴായ പരീക്ഷണം എന്ന് പറയുന്ന പോലെ സഖ്യം ഞങ്ങൾ ഉണ്ടാക്കിയില്ല. ഇപ്പതാ തൃശ്ശൂരിലെ കാണിച്ചു കൊടുത്തില്ലേ? കോൺഗ്രസ്സുകാരെല്ലാം കൂടെ കൂട്ടമായിട്ട് മാറിക്കൊടുത്ത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച പോലൊരു പരിപാടിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങളില്ല, ഇന്നില്ല, നാളെയുമില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള വിശുദ്ധി ഞങ്ങൾ കാത്തിട്ടുണ്ട്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകൾ മാറുവന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവരുടെ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം. അത് CPMനെ ബാധിക്കുന്ന ഇത് കെ അനിൽകുമാറിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്നുവെന്നാൽ ഇതൊരുതരം അടവ് നയമാണ്, ഇതൊരുതരം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നിങ്ങൾ മുക്തരല്ല. തരാതരം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും തരാതരം ധ്രുവീകരിക്കുകയും ഒക്കെ എല്ലാവരുടെയും രാഷ്ട്രീയ രീതിയാണ്. അതിന് പിന്നീട് വന്നിരുന്ന ഇത്തരം പ്രത്യയശാസ്ത്ര പരിപ്രേക്ഷ കൊടുക്കലേ നടക്കൂ. അതാരെയും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ മുക്തരല്ല CPK ഫിറോസ്. അല്ലാതെ അവിടെ നിൽക്കട്ടെ ബിനാഷ്മി. കാരണം ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടും അതിന്റെ മുഖപ്രസംഗവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ജനങ്ങൾക്ക് പ്രേക്ഷകർക്കൊക്കെ വ്യക്തമായി. ഇനിയിപ്പോൾ നമുക്ക് കൈസണിലേക്ക് തന്നെ തിരിച്ചു വരാം ആഷ്മി. ഇപ്പോൾ ഈ കൈസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി, നമ്മളൊക്കെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ വിചാരിച്ചത്? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എന്താണ്? എൻ്റെ ഇടയാളന്മാരായി എനിക്കിടയിൽ വേറെ ആരും ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് തെറ്റാണെന്ന് നിങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കണം. ഒരു അഭിമുഖം കൊടുക്കാൻ പോലും ഇടയാളർ, ഒരു ഏജൻസി, ഒരു PR ഏജൻസി. നമ്മൾ സാധാരണത്തിൽ മുഖ്യമന്ത്രി ഒറ്റ കാര്യം, അതായത് ഒരു നല്ല പ്രസംഗം, ഒരു ഉദ്ഘാടന പ്രസംഗം നന്നായി എന്ന് പറഞ്ഞതിന് ആ ഒരു ആങ്കറോട് പോലും ചീത്ത പറഞ്ഞ് അവർ അമ്മാതിരി കമൻ്റൊന്നും വേണ്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇങ്ങനൊരു കൈസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി വന്ന് ഇത്രയധികം ഒരു ജില്ലയെ അപമാനിക്കാൻ നോക്കിയിട്ട് ഒരു കേസ് എടുക്കുന്നുള്ളൊരു വർത്തമാനം. അതിന് മറുപടി വേണം. അതിന് കേരളത്തിനാണ് മറുപടി വേണ്ടത്. കേരളത്തിലെ ഒരു ജില്ലയെ തീവ്രവാദത്തിന്റെ ഹബ്ബായി ചിത്രീകരിക്കാൻ നടത്തിയ PR ഏജൻസി ആരുടെ താല്പര്യപ്രകാരവും നടത്തി? അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അവർ ആരാണ്, അവർ ഏതാണ് എന്ന് കേരളത്തിന് അറിയണം.
അത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അത് മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയാണോ, എന്ത് താല്പര്യമാണ് മുഖ്യമന്ത്രി PR ഏജൻസി ആണെങ്കിൽ അവരെ ഏൽപ്പിക്കുന്നത് എന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരണം. ഹിന്ദുവിനെ നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമോ എന്നറിയണം. ഹിന്ദു മാപ്രകൾ എന്ന് സൈബർ കടന്നുകൾ വിളിക്കുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.